പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെട്ട CPM പ്രവർത്തകരുടെ സ്മാരക മന്ദിര ഉദ്ഘാടനത്തിൽ നിന്നും CPM സംസ്ഥാന സെക്രട്ടറി വിട്ടുനിന്നു. MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സ്മാരകം ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വിവാദമുയർന്ന പശ്ചാത്തലത്തിലായിരുന്നു MV ഗോവിന്ദന്റെ പിന്മാറ്റം. 2015 ജൂൺ 6 പാനൂർ ചെറ്റക്കണ്ടിയിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ 2 CPM പ്രവർത്തകർ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് എന്നിവർക്ക് പാനൂർ ചെറ്റക്കണ്ടിയിൽ CPM സ്മാരക മന്ദിരം നിർമ്മിച്ചു. സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം CPM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിർവഹിച്ചു. സഖാക്കൾ ഷൈജു സുബീഷ് സ്മാരക മന്ദിരം നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഉദ്ഘാടനം നിർവഹിച്ചതായി ആദ്യമായി പ്രഖ്യാപിക്കുകയാണ്. ഇംഗ്ലീഷ് ചാനലുകൾ വരുന്നു. അങ്ങനെ ഷൈജുവിനും സുബേഷിനും ഈ ചെറ്റക്കണ്ടിക്കാർക്ക് മാത്രം അറിയുന്ന ഈ സഖാക്കൾ ഇന്ന് രാജ്യവ്യാപകമായി ലോകവ്യാപകമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ്. അത് ആ സഖാക്കൾക്കുള്ള അംഗീകാരവും ആദരവുമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതേസമയം സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിർവഹിക്കുമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചെങ്കിലും ഗോവിന്ദൻ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തില്ല. 2015 ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ ഇവർക്ക് പാർട്ടിയുമായി ബന്ധമില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ വിശദീകരണവുമായി രംഗത്ത് വന്നിരുന്നു. എന്നാൽ 9 വർഷത്തിനു ശേഷം മരണപ്പെട്ട പ്രവർത്തകർക്ക് സ്മാരകം നിർമ്മിച്ചിരിക്കുകയാണ് CPM. അതേസമയം കഴിഞ്ഞ മാസം പാനൂർ ബോംബ് നിർമ്മാണത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തെ CPM ജില്ലാ സെക്രട്ടറി വീണ്ടും തള്ളിപ്പറഞ്ഞു. ജനം, കണ്ണൂർ.